ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചിട്ടുണ്ടായിരുന്ന ഒരു അളവ് വെച്ചിട്ടാണ് കേട്ടോ ചെയ്യാൻ പോകുന്നത്. ഇത് അവർ ചോദിച്ചിട്ട് എന്തായാലും ഒരു മാസത്തിൻ്റെ അടുത്തായിട്ടുണ്ടാവും. കുറച്ച് തിരക്കുകൾ കാരണം ചെയ്യാൻ പറ്റിയിരുന്നില്ല. അപ്പോൾ ഇന്ന് അവരുടെ അളവ് വെച്ചിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇതിൽ ചെസ്റ്റ് 36ഉം ബ്രസ്റ്റ് വരുന്നത് 38, വേസ്റ്റ് റൗണ്ട് 32 ആണ്. അപ്പോൾ നമുക്ക് കട്ടിങ്ങിലേക്ക് കിടക്കാം കേട്ടോ. അപ്പോൾ ലെങ്ത്ത് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് 14.4 അപ്പോൾ താഴ്ഭാഗത്ത് ഒരു 1/2 ഇഞ്ച് സ്റ്റിച്ചിങ്ങിനായിട്ട് വിട്ടിട്ട് അവിടെ നിന്ന് ടേപ്പ് ഇതേപോലെ വെക്കുക. എന്നിട്ട് 14.4 കറക്റ്റ് അളവെടുത്തിട്ട് അതിൻ്റെ ഒപ്പം ഒരു 1/2 ഇഞ്ച് സ്റ്റിച്ചിങ്ങിനുള്ളതും മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിതൊരു ലൈനാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഇതേപോലത്തെ എൽ സ്കെയിലിൻ്റെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ മുമ്പത്തെ വീഡിയോയിൽ. ഈ സ്കെയിൽ വെച്ചിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു മാർക്ക് ചെയ്താൽ മതിയിട്ട് നമുക്ക് സിമ്പിളായിട്ട് ലൈന് വരച്ചെടുക്കാൻ പറ്റും. ഇനി അടുത്തതായിട്ട് ഷോൾഡർ മാർക്ക് ചെയ്തെടുക്കാം കേട്ടോ. അവർ ഫുൾ ഷോൾഡറിൻ്റെ അളവ് ഇതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. നെക്ക് 7.5 ആണ് ഇറക്കം വരുന്നത് കേട്ടോ. അപ്പോൾ ഞാനിവിടെ 36 ചെസ്റ്റ് സൈസിന് 6 ഇഞ്ചാണ് ഷോൾഡർ വെക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നെക്കിൻ്റെ വൈഡാണ് നോക്കേണ്ടത്. അപ്പോൾ നെക്കിൻ്റെ വൈഡ് നമ്മുടെ ചെസ്റ്റ് ഡിവൈഡഡ് ബൈ 12 ചെയ്താൽ നമുക്ക് കിട്ടുന്ന ആൻസറാണ് കേട്ടോ. അപ്പോൾ 3 ഇഞ്ചാണ് എനിക്കിവിടെ 36 ചെയ്യുമ്പോൾ കിട്ടുന്നത്. അപ്പോൾ 3 ഇഞ്ച് നമ്മുടെ റെഡി അളവാണ്. അപ്പോൾ നിങ്ങൾക്ക് ചെറിയ ഷോൾഡർ എത്രയാണോ വേണ്ടത് അതിനനുസരിച്ചിട്ടും നെക്ക് മാർക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പോൾ ഒരു 2 ഇഞ്ച് ചെറിയ ഷോൾഡർ വേണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതും തയ്യൽ തുമ്പും വിട്ടിട്ട് ബാലൻസ് ഉള്ള അളവിനെ നിങ്ങൾക്ക് നെക്കായിട്ട് എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ 3 ഇഞ്ച് റെഡി അളവാണ്. അതിൻ്റെ മുമ്പ് ഒരു 1/2 ഇഞ്ചോ 1/4 ഇഞ്ചോ മാർക്ക് ചെയ്തിട്ട് അതിലാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ പോകുന്നത്. നെക്കിൻ്റെ ലെങ്ത്ത് വരുന്നത് 7.5 ഇഞ്ചാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ 7 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 7.5 ഇഞ്ച് കറക്റ്റ് കിട്ടും. അപ്പോൾ ഇതൊന്ന് ഒരു ബോക്സ് ആക്കി എടുക്കുക കേട്ടോ. നെക്കിനായിട്ടുള്ളതാണ്. അപ്പോൾ ആദ്യം താഴെ നമ്മളിപ്പോൾ ഒരു 7 ഇഞ്ച് മാർക്ക് ചെയ്തല്ലോ, അതിലിതുപോലെ ഒരു ലൈന് വരച്ചിട്ട് ഇനി നമുക്ക് നെക്കിൻ്റെ വൈഡാണ് നോക്കേണ്ടത്. അപ്പോൾ ഇവിടെ 2.25 നെക്ക് വൈഡ് മുകളിലുള്ളത് കേട്ടോ. അപ്പോൾ താഴെ ഇതേ അളവ് മതി. അത്ര വൈഡായിട്ട് വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾ സെയിം അതേ അളവ് വെച്ചാൽ മതി. ഇല്ലെങ്കിൽ ഒരു 1/4 ഇഞ്ചൊക്കെ കൂട്ടി വെക്കുക കേട്ടോ. അപ്പം ഞാനിതിൽ 1/4 ഇഞ്ചാണ് എക്സ്ട്രാ വെക്കുന്നത്. നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ 3/4 ഇഞ്ച് വരെ വെക്കാവുന്നതാണ് കേട്ടോ. എന്നിട്ട് കറക്റ്റ് ആ 2.25 നിന്നും താഴേക്കുള്ള മാർക്കിങ്ങിൽ ഇതേപോലെ ഒരു ലൈന് വരച്ച് ബോക്സ് ആക്കി എടുക്കുക. പിന്നെ ഇതിൽ നിങ്ങൾക്ക് ഏത് ഡിസൈനാണോ വേണ്ടത് അത് വെക്കുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ റൗണ്ട് നെക്കാണ് വെക്കുന്നത്. നല്ലോണം വൈഡ് വേണമെങ്കിൽ ഒന്നും കൂടി താഴെ ഇറക്കിയിട്ട് നിങ്ങൾക്ക് മാർക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നെക്ക് കഴിഞ്ഞു. ഇനി അടുത്തത് നമുക്ക് ഷോൾഡറാണ്. അപ്പോൾ ഇവിടെ എത്ര ഇഞ്ച് ഉണ്ട് എന്നുള്ളത് നോക്കുക കേട്ടോ. അതായത് നമ്മൾ നെക്ക് വരച്ചിട്ടുണ്ടല്ലോ, അവിടെ നിന്നും ഷോൾഡറിൻ്റെ അവിടേക്ക് എത്ര ഇഞ്ച് ഉണ്ടുള്ളത് നോക്കുക. അപ്പോൾ ഇപ്പോൾ എത്രയാണോ നമുക്ക് കിട്ടിയത് അതിന് അതേപോലെ താഴെ, അതായത് ഈ ബോക്സിൻ്റെ നെക്കിൻ്റെ ബോക്സ് ഉണ്ടല്ലോ ആ ഭാഗത്തായിട്ട് മാർക്ക് ചെയ്തെടുക്കുക കേട്ടോ. പിന്നെ നമുക്ക് കൈക്കുഴിയുടെ ഇറക്കമാണ് നോക്കേണ്ടത്. ഇതിൽ ആം ഹോളിൻ്റെ റൗണ്ട് പറഞ്ഞിരിക്കുന്നത് 8.5 ഇഞ്ചാണ് കേട്ടോ. അല്ല 8.4 ഇഞ്ചാണ്. അപ്പോൾ നമുക്ക് 8.4 ഇഞ്ചാണെന്നുണ്ടെങ്കിൽ ഒരു 6 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് അത് കറക്റ്റ് അല്ലെങ്കിൽ ഒന്ന് ശരിയാക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു 6 ഇഞ്ചിൽ കൈക്കുഴി ബോക്സ് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. നമുക്കിത് ആം ഹോൾ സ്കെയിലൊക്കെ വെച്ച് റൗണ്ട് ചെയ്തിട്ട് പിന്നെ തെറ്റാണെന്നുണ്ടെങ്കിൽ, അതായത് അളവ് കുറവാണെന്നുണ്ടെങ്കിൽ അത് നോക്കിയിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ വരയ്ക്കുന്നില്ല, വെറുതെ ആം ഹോൾ സ്കെയിൽ ഇതുപോലെ വെച്ചിട്ട് നമുക്കൊന്ന് അളന്ന് നോക്കാം കേട്ടോ. അപ്പം നമ്മൾ കൈക്കുഴി നോക്കുന്നതിന് മുമ്പ് നമ്മുടെ ചെസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തെടുക്കുക. 36 ആണ് ചെസ്റ്റ്. അപ്പോൾ ഡിവൈഡഡ് ബൈ 4 ചെയ്യുമ്പോൾ നമുക്ക് 9 ഇഞ്ചാണ് വരുന്നത്. അപ്പോൾ അത് ഇതേപോലെ ആ കൈക്കുഴിയുടെ ആ ബോക്സിൻ്റെ അവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ചെസ്റ്റ് ലൈന്. പിന്നെ നമുക്ക് കൈക്കുഴിയുടെ അളവ് നോക്കാം. അപ്പോൾ ഇതേപോലെ എത്രയാണ് നിങ്ങൾ സ്റ്റിച്ച് ചെയ്യാൻ വിടുക, അങ്ങനെ സ്റ്റിച്ച് ചെയ്യാനുള്ള സ്പേസ് വിട്ടിട്ട് ഈ സ്കെയിൽ വെച്ചിട്ടുണ്ടല്ലോ അതിൻ്റെ ചുറ്റിലൊന്ന് അളന്ന് നോക്കുക കേട്ടോ. അപ്പോൾ എനിക്കിവിടെ 8.4 കറക്റ്റായി കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് വരച്ചു കൊടുക്കുക. അപ്പോൾ കറക്റ്റ് ആം ഹോളിൻ്റെ സ്കെയിൽ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ചെയ്യുക. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ കയ്യിൽ തന്നെ വരച്ചു കൊടുത്താൽ മതി കേട്ടോ. ഇനി അടുത്തതൊന്നും കൂടി നമ്മൾ വരച്ച് കഴിഞ്ഞിട്ടും ഒന്ന് ശരിയാണോ നോക്കാനായിട്ട് ഒരിക്കൽ കൂടി അളന്ന് നോക്കാവുന്നതാണ്. അപ്പോൾ ഇതിൽ ഇതേപോലെ നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു 1/4 ഇഞ്ചൊക്കെ വിട്ടിട്ട്, അതായത് ആ റൗണ്ടിൽ നിന്ന് ഒരു 1/4 ഇഞ്ച് വിട്ടിട്ട് നമുക്ക് അളന്ന് നോക്കാം. അപ്പോൾ 8.4 ഇഞ്ച് കറക്റ്റായി കിട്ടുന്നുണ്ട്.
പിന്നെ അടുത്തതായിട്ട് നമുക്ക് ബ്രസ്റ്റിൻ്റെ പോയിൻ്റാണ്, അതായത് ഷോൾഡറിൻ്റെ അവിടെ നിന്ന് ബ്രസ്റ്റ് പോയിൻറ്റിൽ വരെയുള്ള ഇറക്കമാണ് കണ്ടെത്തേണ്ടത്. അപ്പോൾ അതിനായിട്ട് നമ്മുടെ ബ്രസ്റ്റ് എത്രയാണെന്നുള്ളത് നോക്കുക. 38 ആണ്. അപ്പോൾ നമ്മൾ 38 ഡിവൈഡഡ് ബൈ 4 ചെയ്യുക കേട്ടോ. അതായത് നമ്മുടെ ബ്രസ്റ്റിൽ 4/1 ഭാഗം എടുക്കുക. അപ്പോൾ നമുക്കിവിടെ 9.5 ഇഞ്ചാണ് കേട്ടോ കിട്ടുന്നത്. അപ്പോൾ ആ 9.5 ഇഞ്ചിന് മുകളിൽ ഷോൾഡറിനുള്ള തയ്യൽ തുമ്പ് വിട്ടിട്ട് നമ്മൾ വരച്ച ആ ലൈനിൽ വെച്ചിട്ട് 9.5 ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ബാക്കിൽ ടക്ക് പിടിക്കാനും ഈ അളവ് എടുക്കണം. അപ്പോൾ നമ്മളിത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ബ്രസ്റ്റിൻ്റെ റൗണ്ട് നമുക്ക് ഫ്രണ്ട് ഭാഗത്ത് മാർക്ക് ചെയ്താൽ മതി. പിന്നെ അടുത്തതായിട്ട് നമുക്ക് വേസ്റ്റ് റൗണ്ടാണ് നോക്കേണ്ടത്. വേസ്റ്റ് റൗണ്ട് 32 ആണ്, 32 കേട്ടോ വരുന്നത്. അപ്പോൾ 32 ഇതേപോലെ തന്നെ ഡിവൈഡഡ് ബൈ 4 ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ 8 ഇഞ്ചാണ് കേട്ടോ കിട്ടുന്നത്. അപ്പോൾ 8 ഇഞ്ചിന് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ ഒപ്പം പ്ലസ് 1 ഇഞ്ച് ബാക്ക് ടക്ക് പിടിക്കാനായിട്ട് മാർക്ക് ചെയ്തെടുക്കുക. അതേപോലെ തന്നെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പിനായിട്ട് മാർക്ക് ചെയ്യുക. പിന്നെ മോൾ ഭാഗത്തും ചെസ്റ്റിൻ്റെ അവിടെ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, അവിടെയും ഒരു 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്തിട്ട് ഇതൊരു ലൈന് വരച്ചെടുക്കുക. അതായത് ചെസ്റ്റ് റൗണ്ടിൽ മാർക്ക് ചെയ്ത റെഡി അളവും നമ്മൾ ടക്കിനായിട്ട് 1 ഇഞ്ച് മാർക്ക് ചെയ്തുവല്ലോ, ആ പോയിന്റിലാണ് ലൈന് വരയ്ക്കേണ്ടത്. അതേപോലെ തയ്യൽ തുമ്പിൻ്റെ അവിടെയും ഒരു ലൈന് വരച്ച് യോജിപ്പിച്ചെടുക്കുക. അപ്പോൾ ഇനി നമുക്ക് അടുത്തതായിട്ട് ബാക്കിലത്തെ ടക്കാണ് മാർക്ക് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ബാക്ക് ടക്ക് മാർക്ക് ചെയ്യാനായിട്ട് നമ്മൾ കറക്റ്റ് ഷോൾഡറിൻ്റെ സെൻറ്റർ ഭാഗം എടുക്കണം. അപ്പോൾ അതിനായിട്ട് മുകളിൽ എടുക്കരുത് കേട്ടോ. ഒന്നില്ലെങ്കിൽ വേസ്റ്റ് റൗണ്ടിൻ്റെ പകുതി ആക്കിയിട്ട് മാർക്ക് ചെയ്തെടുക്കുക. അതല്ലെങ്കിൽ നമ്മുടെ ഷോൾഡറിൻ്റെ സെൻറ്റർ ഭാഗം നോക്കാനായിട്ട് നമ്മുടെ നെക്ക് ബോക്സ് ഉണ്ടല്ലോ, ആ ബോക്സിൻ്റെയും കൈക്കുഴിയുടെ ആ ബോക്സിൻ്റെ ആ രണ്ടിൻ്റെയും ഇടയിലുള്ള അളവ് ഇതേപോലെ മാർക്ക് ചെയ്തെടുക്കുക. അതായത് ചെറിയ ഷോൾഡർ അതിൻ്റെ അളവ് മാർക്ക് ചെയ്തെടുത്തിട്ട് നമ്മൾ മാർക്ക് ചെയ്ത ലൈനിൽ സ്കെയിൽ വെച്ചിട്ട് എത്ര ഇഞ്ച് ഉണ്ടെന്നുള്ളത് നോക്കുക. അപ്പോൾ ഇവിടെ 4.25 കിട്ടിയത്. ആ 4.25 താഴ്ഭാഗത്ത് മാർക്ക് ചെയ്തെടുക്കുക കേട്ടോ. പിന്നെ നമ്മൾ ടക്കിനായിട്ട് 1 ഇഞ്ചാണ് നേരത്തെ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ 1 ഇഞ്ചിന് 2 ഭാഗത്തും അര ഇഞ്ച് ഇതേപോലെ മാർക്ക് ചെയ്തിട്ട് നമുക്ക് ടക്കിന് മാർക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. പിന്നെ ലെങ്ത്ത് നമ്മൾ നേരത്തെ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഷോൾഡറിൻ്റെ അവിടെ നിന്ന് ഒരു 9.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതാണ് നമ്മുടെ ബാക്ക് ടക്കിൻ്റെ ലെങ്ത്ത് കേട്ടോ. അപ്പോൾ ഇതിനെ നമുക്കൊരു ടക്ക് ത്രികോണ ഷേപ്പിൽ വരച്ചെടുക്കാം. ഇനി അതേപോലെ നമ്മുടെ ഇപ്പോൾ ടക്ക് വരച്ചല്ലോ, അപ്പോൾ ഈ ലൈനിൽ വെച്ചിട്ട് നമ്മുടെ തയ്യൽ തുമ്പ് വിട്ടുണ്ടായിരുന്നല്ലോ, അവിടേക്ക് ഒരു 1/4 ഇഞ്ച് മുകളിലേക്ക് ഇതേപോലെ കയറ്റി വെച്ചിട്ടൊന്ന് ചെരിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതെന്തിനാണെന്നുള്ളതൊക്കെ ഇതിൻ്റെ മുമ്പത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഇതുപോലെ ലൈന് വരച്ച് കൊടുക്കുക. നെക്ക് ഒരുപാട് വൈഡോ അല്ല, ഒരുപാട് ഇറക്കം കൂടുതലാണെന്നുണ്ടെങ്കിൽ ഈ 1/4 ഇഞ്ച് ഒരു അര ഇഞ്ചാക്കി മുകളിലേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ബാക്ക് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇനി നമുക്ക് ഫ്രണ്ട് പീസ് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഇതേപോലെ ഒരു പീസിൽ നമ്മൾ ഹുക്ക് കൊക്കി വയ്ക്കുമല്ലോ, അപ്പോൾ അതിനായിട്ട് ഒരു 1/4 ഇഞ്ചോ അര ഇഞ്ചോ പീസ് ഇതേപോലെ വിട്ടിട്ട് നമുക്ക് ബാക്ക് ഒന്ന് ട്രേസ് ചെയ്തെടുക്കുക കേട്ടോ. ഷോൾഡറിൻ്റെ ഭാഗം അതേപോലെ തന്നെ നമ്മൾ റെഡി അളവ് ചെസ്റ്റ് മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ, അവിടെയും കൈക്കുഴിയുടെ ആ ലൈന് കിട്ടാനും മാർക്ക് ചെയ്തെടുക്കുക. അതേപോലെ ഈ നെക്കിൻ്റെ ഈ ഭാഗം ഒന്ന് മാർക്ക് ചെയ്തെടുക്കുക കേട്ടോ. പിന്നെ നമുക്കിതൊക്കെ നേരെ കൈക്കുഴി ഒരു ബോക്സ് ആക്കിയിട്ടും വരച്ചെടുക്കുക. ഇനി നമ്മുടെ കൈക്കുഴിയുടെ ബോക്സ് ഉണ്ടല്ലോ, അവിടെ നിന്ന് ഒരു അര ഇഞ്ച് ഇതേപോലെ നീക്കി മാർക്ക് ചെയ്തിട്ട് നമ്മുടെ ഷോൾഡർ പോയിൻ്റ് ഉണ്ടല്ലോ, അവിടേക്ക് ചെരിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇതാണ് നമ്മുടെ കറക്റ്റ് ചെസ്റ്റ് റൗണ്ട് കേട്ടോ. നമ്മൾ നേരത്തെ ബാക്കിൽ മാർക്ക് ചെയ്തല്ലോ ആ പോയിൻ്റ്. ഇനി ഇവിടെ നിന്ന് നമ്മൾ കറക്റ്റ് കൈക്കുഴി ഒന്ന് വരച്ചെടുക്കുക. അപ്പോൾ ഇതേപോലെ നമ്മളിപ്പോൾ വരച്ചുമല്ലോ, ചെരിച്ച് വരച്ച ആ ലൈനിൽ ടച്ച് ചെയ്യുന്ന പോലെ വേണം കൈക്കുഴി വരയ്ക്കാൻ. അപ്പോൾ ഇതേപോലെ കൈക്കുഴി വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കൈക്കുഴി ഒന്ന് അളന്ന് നോക്കുക. അപ്പോൾ അതിന് മുമ്പ് ഷോൾഡറിന് തയ്യൽ തുമ്പിനായിട്ട് ഒരു അര ഇഞ്ച് ഇതേപോലെ മാർക്ക് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ കൈക്കുഴി അളന്ന് നോക്കാനായിട്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു 1/4 ഇഞ്ച് ഗ്യാപ്പ് വിട്ടിട്ട് നമുക്കിതൊന്ന് അളന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഇതേപോലെ അളന്ന് നോക്കുമ്പോൾ നമുക്ക് 9 ഇഞ്ചിൻ്റെ അടുത്ത്, അതായത് 8.25 ഒരു പോയിൻ്റും ഉണ്ട്.
അപ്പോൾ നമുക്ക് 8.25 വേണ്ടത്. ബാലൻസ് ഉള്ള അരയിഞ്ച് നമുക്ക് ഈ ഭാഗത്ത് ടക്ക് പിടിക്കാനുള്ള അളവാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കൈക്കുഴി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നെക്കാണ് നോക്കേണ്ടത്. നെക്കിന് ഇതേപോലെ ബാക്ക് പീസ് വെച്ചിട്ട് നമുക്ക് ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം. നമ്മൾ നേരത്തെ ഈ പോയിൻ്റ് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, ആ പോയിൻറ്റിലേക്കാണ് ചെരിച്ച് ലൈന് വരച്ച് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ അവർ ഫ്രണ്ട് നെക്കിൻ്റെ ലെങ്ത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പം നമ്മളിവിടെ ഒരു 6 ഇഞ്ച് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ 6 ഇഞ്ച് എടുത്തിട്ട് ഇതൊരു ബോക്സ് ആക്കി എടുക്കാം. എന്നിട്ട് റൗണ്ട് നെക്കാണ് ഇതിൽ കൊടുക്കേണ്ടത്. അപ്പോൾ റൗണ്ട് നെക്ക് ഇതേപോലെ ഒന്ന് വരച്ച് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇനി മിഡിൽ ചെസ്റ്റിൻ്റെ അളവാണ് നോക്കേണ്ടത്. അപ്പോൾ നേരത്തെ നമ്മൾ ബാക്കിൽ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് നിപ്പിൾ പോയിൻ്റ് വരെയുള്ള ഇറക്കം എടുത്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അത് ഇതേപോലെ ഫ്രണ്ടിൽ മാർക്ക് ചെയ്തെടുക്കുക കേട്ടോ. 9.5 ഇഞ്ചാണ് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ 9.5 ഇവിടെ മാർക്ക് ചെയ്തു. അപ്പോൾ നമുക്ക് ചെസ്റ്റിൻ്റെ റൗണ്ടും അതേ 9.5 തന്നെയാണ് വരിക. 38/4 ചെയ്യുമ്പോൾ. അപ്പോൾ ഇതൊരു ലൈന് വരയ്ക്കുക. ഇതാണ് നമ്മുടെ ചെസ്റ്റ് റൗണ്ടിൻ്റെ ലൈൻ കേട്ടോ. അപ്പോൾ നമ്മളിവിടെ 9.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒപ്പം ഒരു 3/4 ഇഞ്ച് എക്സ്ട്രാ മാർക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഇതേത് അളവാണെങ്കിലും ഈ 3/4 ഇഞ്ച് എന്നുള്ളത് ചെയ്യേണ്ടതാണ് കേട്ടോ. ഇനി അടുത്തതായിട്ട് അണ്ടർ ബ്രസ്റ്റിൻ്റെ അളവാണ് നോക്കേണ്ടത്. അപ്പോൾ അതിന് നമ്മുടെ ബ്രസ്റ്റ് 38 ആണ്. അപ്പോൾ 38/3 ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് എത്ര ഇഞ്ചാണ് കിട്ടുന്നത്? 38/3 ചെയ്യുമ്പോൾ 12.25 ഇഞ്ചാണ് കിട്ടുന്നത്. അപ്പോൾ 12.25 പ്ലസ് ഒരു 1/2 ഇഞ്ച് ബെൽറ്റും ഫ്രണ്ട് പീസും കൂടി ജോയിൻ ചെയ്യാനായിട്ടും മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊരു ലൈന് വരച്ചെടുക്കുക കേട്ടോ. ഇത് മെയിനായിട്ടും നമ്മൾ ബ്രസ്റ്റ് പോയിൻറ്റും അണ്ടർ ബ്രസ്റ്റ് പോയിൻറ്റും പിന്നെ ഇതിൻ്റെ സെൻറ്റർ ഭാഗത്ത് ഒരു ലൈന് വരയ്ക്കാനുണ്ട്. അപ്പോൾ ഇതൊക്കെ ലൈന് വരച്ചിട്ട് തന്നെ ചെയ്തെടുക്കേണ്ടതാണ്. എന്നാൽ അതിൻ്റേതായ ഒരു ഷേപ്പ് കിട്ടുള്ളൂ കേട്ടോ. പിന്നെ നമുക്ക് ഈ ചെസ്റ്റ് മാർക്ക് ചെയ്തതും ബ്രസ്റ്റ് ഒരു 3/4 ഇഞ്ച് എക്സ്ട്രാ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതും ഇതേപോലെ ലൈന് വരച്ചെടുക്കുക കേട്ടോ. അതായത് 2 പോയിൻറ്റും ടച്ച് ചെയ്യുന്ന പോലെ ഒരു ലൈന് വരച്ചിട്ട് 1.5 ഇഞ്ച് അല്ലെങ്കിൽ 1.25 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി വിടുക. ഇനി അടുത്ത് നമുക്ക് മെയിൻ ടക്കിൻ്റെ ഡിസ്റ്റൻസ് ആണ് നോക്കേണ്ടത്. അതായത് 2 നിപ്പിൾ പോയിൻറ്റിൻ്റെയും ഇടയിലുള്ള അളവാണ് കേട്ടോ നോക്കേണ്ടത്. അപ്പോൾ അത് നോക്കാനായിട്ട് ബ്രസ്റ്റ് /10 ആണ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ 38/10 ചെയ്യുമ്പോൾ നമുക്ക് 4 ഇഞ്ചാണ് കിട്ടുക. അപ്പോൾ ആ 4 ഇഞ്ച് ഇതേപോലെ ആ 2 ലൈനിലും മാർക്ക് ചെയ്തെടുക്കുക കേട്ടോ. എന്നിട്ട് അതിനൊരു ലൈനാക്കി കൊടുക്കുക. ഇതാണ് നമ്മുടെ മെയിൻ ടക്ക്. ഈ 2 ലൈനിൻ്റെ ഇടയിലുള്ളതാണ് മെയിൻ ടക്കിൻ്റെ ലെങ്ത്ത് കേട്ടോ. ഇനി നമുക്ക് ചെയ്യേണ്ടത് മെയിൻ ടക്കിൻ്റെ 2 ഭാഗത്ത് നമ്മൾ ടക്ക് പിടിക്കാനായിട്ട് പീസ് ഇടുമല്ലോ. അപ്പോൾ ഈ അളവാണ് കണ്ടെത്തേണ്ടത്. അപ്പോൾ അതിനായിട്ട് നമ്മുടെ ബ്രസ്റ്റ് /13 ചെയ്യുക കേട്ടോ. അപ്പോൾ 38 ആണ് ബ്രസ്റ്റ്. അപ്പോൾ /13 ചെയ്യുമ്പോൾ നമുക്ക് ഈ ഭാഗത്തെ ഡിസ്റ്റൻസ് കറക്റ്റായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ 38/13 ചെയ്യുമ്പോൾ 3 ഇഞ്ചസ് ആണ് കേട്ടോ കിട്ടുക. അപ്പോൾ ആ 3 ഇഞ്ചസിനെ ഡിവൈഡ് ചെയ്തിട്ട് 2 ഭാഗത്തായിട്ട് നമുക്ക് മാർക്ക് ചെയ്തെടുക്കേണ്ടതാണ് കേട്ടോ. അപ്പോൾ 3 ഇഞ്ചസ് പറയുമ്പോൾ 1.5 ഇഞ്ച് 2 ഭാഗത്തായിട്ടും മാർക്ക് ചെയ്തെടുക്കേണ്ടത് കേട്ടോ. ഞാൻ മലയാളത്തിൽ ഇംഗ്ലീഷിൽ മാറ്റിയിട്ടാണ് പറയുന്നത്. അതങ്ങനെ ശീലിച്ച് പോയതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണോ. അപ്പോൾ എന്നിട്ട് അതിന് അതേപോലെ ത്രികോണ ഷേപ്പിൽ ഒരു ടക്ക് ഷേപ്പിലൊന്ന് വരച്ചെടുക്കുക കേട്ടോ. ഇനി നമുക്ക് മെയിൻ ടക്കിൻ്റെ ആ സെൻറ്റർ ലൈൻ ഉണ്ടല്ലോ, അത് എത്ര ലെങ്ത് ഉണ്ടെന്ന് നോക്കുക. 3.25 ആണ്. അപ്പോൾ ഇതേ 3.25 2 ഭാഗത്തെ ലൈനിലും വരുന്ന പോലെ വെച്ചിട്ട് മാർക്ക് ചെയ്തെടുക്കേണ്ടതാണ് കേട്ടോ. അപ്പോൾ 3.25 ഇതേപോലെ വെച്ചിട്ട് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു അണ്ടർ ബ്രസ്റ്റിൻ്റെ ഷേപ്പാണ് വരച്ചെടുക്കേണ്ടത്. അപ്പോൾ അതിനായിട്ട് നമ്മളിപ്പോൾ ഇത് 3.25 ആണ് ലെങ്ത്ത് പറഞ്ഞത്. അപ്പോൾ അത് ഇതേപോലെ കറക്റ്റ് സെൻറ്റർ ഭാഗമായിട്ട് മടക്കിയിട്ടൊന്ന് മാർക്ക് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇതാണ് നമുക്ക് ഷേപ്പ് വരയ്ക്കേണ്ട ലൈൻ കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ലൈനാണിത്. നമ്മുടെ മെയിൻ ടക്കിൻ്റെ ലെങ്ത്തിനെ ഡിവൈഡ് ചെയ്തിട്ട് ഇതുപോലെ ഒരു ലൈനും കൂടി വരച്ചെടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ഷേപ്പ് വരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ 3 ലൈനും സെയിം അളവിൽ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ പോയിന്റിൽ വരുന്ന പോലെ വെച്ചിട്ട് ഒരു ലൈൻ ഇതുപോലെ, അതായത് സെൻറ്റർ ലൈനിൽ ടച്ച് ആവുന്ന പോലെ വരച്ചു കൊടുക്കുക. പിന്നെ ഈ ഭാഗത്തും അതേപോലെ തന്നെ
സ്കെയിൽ കറക്റ്റ് നമ്മൾ 3.25 പോയിൻ്റ് ചെയ്ത് അവിടെ നിന്ന് ഇങ്ങനെ സ്കെയിൽ വെച്ചാൽ നമുക്ക് കറക്റ്റ് ആ ഷേപ്പ് കിട്ടും കേട്ടോ. എന്നിട്ട് ഈ താഴ്ഭാഗത്തെ ടക്കിൻ്റെ അവിടെ ചെറുതായിട്ടൊന്ന് കേർവ് ഷേപ്പിലാക്കി കൊടുക്കുക. ഇങ്ങനെ സ്ട്രൈറ്റ് ആയിട്ടോ അതല്ലെങ്കിൽ കുത്തനെയോ നിൽക്കാൻ പാടില്ല, അതുകൊണ്ടാണ് ചെറിയൊരു ഷേപ്പ് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിവിടെ മെയിൻ ടക്കും അണ്ടർ പേഴ്സിൻ്റെ ഷേപ്പും കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കൊക്കിയുടെ അവിടുത്തെ ടക്കാണ് കേട്ടോ പിടിക്കേണ്ടത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ നിപ്പിൾ പോയിൻറ്റിൻ്റെ ലൈൻ ഉണ്ടല്ലോ, അണ്ടർ ബ്രസ്റ്റിൻ്റെ ലൈനിൽ നിന്നും ഒരു 1/4 ഇഞ്ച് മുകളിലേക്കായിട്ട് നമ്മൾ 1/2 ഇഞ്ച് ടക്കാണ് ഇവിടെ പിടിക്കുന്നത്. അപ്പോൾ 1/4 ഇഞ്ച് മുകളിൽ മാർക്ക് ചെയ്തിട്ട് അവിടെ നിന്നും ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് മെയിൻ ടക്കിൻ്റെ അവിടെ നിന്ന് ഒരു 1.5 ഇഞ്ച് ഡിസ്റ്റൻസ് വെച്ചിട്ട് നമുക്ക് ടക്ക് മാർക്ക് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറയുന്ന കാട്ടിൽ നിങ്ങൾക്ക് ഇതിൽ കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ഇതുപോലെ നമ്മുടെ കൊക്കിയുടെ അവിടുത്തെ ടക്ക് റെഡി ആയിട്ടുണ്ട്. അതേപോലെ തന്നെ കൈക്കുഴിയുടെ അവിടുത്തെ ടക്കിലും 1.5 ഇഞ്ച് ഡിസ്റ്റൻസ് വെച്ചിട്ട് നമ്മുടെ മെയിൻ ടക്ക് പോയിൻറ്റിൽ സ്കെയിൽ ഇതേപോലെ നേരെ കൈക്കുഴിയുടെ അവിടേക്ക് വെക്കുമ്പോൾ നമുക്ക് കൈക്കുഴിയുടെ അവിടുത്തെ ടക്കിൻ്റെ ലൈനും കിട്ടും. പിന്നെ നമ്മളൊരു 1/2 ഇഞ്ചാണല്ലോ ഇവിടെ ടക്കിനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 1/2 ഇഞ്ചിൽ ഈ ടക്ക് പോയിൻ്റ് ഒന്ന് മാർക്ക് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് ഫ്രണ്ട് ഭാഗം ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കുക. പിന്നെ ഇതിലൊരു കാര്യം ചെയ്യാൻ മറന്നു കേട്ടോ, ഞാൻ ഈ കൈക്കുഴിയുടെ ഭാഗത്ത് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്യാതെ ഒരു ചെറിയൊരു ത്രികോണ ഷേപ്പിൽ ഇതിൻ്റെ മുമ്പത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിതിൽ കട്ട് ചെയ്യാൻ മറന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ക്ലോത്തിൽ കട്ട് ചെയ്യുമ്പോൾ ഈ കാര്യം ശ്രദ്ധിച്ചിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് പീസ് റെഡി ആയിട്ടുണ്ട്. ഇനി ബാക്കിലത്തെ നെക്കും കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ബാക്കും ഫ്രണ്ടും നമുക്ക് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ബെൽറ്റ് പീസാണ് ചെയ്തെടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ അതിനായിട്ട് സൈഡ് ഭാഗം ഇതേപോലെ ജോയിൻ ചെയ്യുന്ന പോലെ വെച്ചിട്ട് ആ ഭാഗത്തൊരു മാർക്ക് ചെയ്ത് കൊടുക്കുക. അതായത് ഷോൾഡർ നോക്കണ്ട, സൈഡ് ഭാഗത്ത് നമ്മുടെ റെഡി അളവ് ലൈൻ ഉണ്ടല്ലോ, ആ ലൈന് കറക്റ്റ് വരുന്ന പോലെ വെച്ചിട്ട് നമുക്കൊരു മാർക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ സൈഡ് വരുന്ന ബെൽറ്റിൻ്റെ അളവ് കേട്ടോ. അതേപോലെ തന്നെ ഫ്രണ്ട് ഭാഗം ഇപ്പുറത്തെ കൊക്കി വെക്കുന്ന സൈഡ് മാർക്ക് ചെയ്യുമ്പോൾ ഷോൾഡർ രണ്ടും ജോയിൻ ചെയ്യുന്ന പോലെ വെച്ചിട്ട് നമുക്ക് ഫ്രണ്ട് ഭാഗം നേരത്തെ ചെയ്ത പോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ബെൽറ്റ് പീസ് കട്ട് ചെയ്യാനായിട്ട് ഇതേപോലെ ഒരു പീസ് എടുത്തിട്ട് അതിൻ്റെ മുകളിൽ നമ്മുടെ ബാക്ക് ഉണ്ടല്ലോ, ബാക്ക് പീസ് ഇതേപോലെ വെച്ചിട്ട് നമ്മൾ ഒരു 1/4 ഇഞ്ച് ചെരിച്ച് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേ ഷേപ്പിലൊന്ന് വരച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നേരത്തെ നമ്മൾ ബാക്കിൽ ബെൽറ്റ് പീസിനായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, ആ പോയിൻറ്റും അതേപോലെ തന്നെ സൈഡും ഒന്ന് മാർക്ക് ചെയ്തെടുക്കുക. അതേപോലെ തന്നെ നമ്മുടെ ബാക്കിൽ റെഡി അളവുണ്ടല്ലോ, ആ ഭാഗത്ത് ഒന്ന് എടുക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെന്നെങ്കിൽ ഒന്നും കൂടി പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. ഇങ്ങനെ മാർക്ക് ചെയ്തിട്ട് നമ്മൾ ഫ്രണ്ട് പീസിൽ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, അവിടെ നിന്ന് ഒരു 1/2 ഇഞ്ച് ഫ്രണ്ട് പീസും ബെൽറ്റും കൂടി ജോയിൻ ചെയ്യാനായിട്ട് വിടുക. അതേപോലെ നമ്മൾ ഫ്രണ്ടിൽ ഈ ടക്ക് പിടിക്കുമ്പോൾ ഒന്നും കൂടി ബ്ലൗസ് മുകളിലേക്ക് കയറുമല്ലോ, അപ്പോൾ ആ ഇറക്കം കറക്റ്റ് ചെയ്യാനായിട്ട് ഒരു 1/2 ഇഞ്ചും കൂടി എക്സ്ട്രാ വിടുക. പിന്നെ അതേപോലെ സൈഡും ഒരു 1/4 ഇഞ്ച് എക്സ്ട്രാ വിടുക കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ കറക്റ്റ് നിങ്ങൾ 1/2 ഇഞ്ചാണ് സ്റ്റിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിലും 1/4 ഇഞ്ച് എന്തായാലും വിടേണ്ടതാണ് കേട്ടോ. ഇതുപോലെ ഒന്ന് ചെരിച്ച് തയ്യൽ തുമ്പിനായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മുടെ ഫ്രണ്ട് ഭാഗം ഇതേപോലെ ഒരു 1/2 ഇഞ്ച് അല്ലെങ്കിൽ 1/4 ഇഞ്ച് കൊക്കി വെക്കാനായിട്ടുള്ള പീസ് വിടുക കേട്ടോ. എന്നിട്ട് അവിടെ നിന്ന് കറക്റ്റ് ഫസ്റ്റ് ടക്കിലേക്ക് ഒരു പോയിൻ്റ് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് അതേ ഷേപ്പിൽ വരച്ച് കൊടുക്കുക കേട്ടോ. നമ്മുടെ ഫ്രണ്ട് പീസ് എങ്ങനെയാണ് ഉള്ളത് അതേ ഷേപ്പിൽ വരച്ച് കൊടുക്കുക. ഇനി ഈ ഭാഗം ഇപ്പം നമ്മൾ മാർക്ക് ചെയ്ത പോയിൻറ്റിൽ വരുന്ന പോലെ വെക്കുക. സൈഡ് ഭാഗം കറക്റ്റ് ആ ലൈന് നമ്മളിപ്പോൾ ചെരിച്ച് മാർക്ക് ചെയ്തല്ലോ, ആ ലൈനിൻ്റെ അവിടെ വെച്ചിട്ട് ഒരു ഷേപ്പ്, അതായത് ഫ്രണ്ടിൽ എങ്ങനെയാണോ അതേ ഷേപ്പാക്കി കൊടുക്കുക. ഇനി ഇതിവിടെ ഇങ്ങനെ കുത്തി നിൽക്കുന്ന ആ പോയിൻ്റ് ഒന്ന് ഷേപ്പാക്കി കൊടുക്കുക കേട്ടോ. ഇതിങ്ങനെ നിൽക്കുമ്പോൾ നമുക്ക് കറക്റ്റ് കപ്പ് ഷേപ്പ് കിട്ടില്ല. അപ്പോൾ അതിനായിട്ട് ഈ സ്കെയിൽ ഉപയോഗിച്ചിട്ട് ഇതേപോലെ ചെറിയ ഒരു ഷേപ്പാക്കി കൊടുക്കുക. അപ്പോൾ നമുക്ക് ബെൽറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇപ്പോൾ വരച്ച അതേ ഷേപ്പിൽ തന്നെ കട്ട് ചെയ്ത് എടുക്കേണ്ടതാണ് കേട്ടോ. അപ്പോൾ നമുക്കിവിടെ ബെൽറ്റും ഫ്രണ്ടും പിന്നെ ബാക്കൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ സ്ലീവ് ഇത് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ ചെറിയ ഓണത്തിൻ്റെ തിരക്കൊക്കെ ആയതുകൊണ്ട് സമയം കിട്ടുന്നില്ല, അപ്പോൾ അതുകൊണ്ടാണ് വേഗം പറഞ്ഞു പോയത് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. പുതിയതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ.